ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാജ്കുമാർ റാവു അഭിനയിച്ച ഒരു പുതിയ ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. അതിൻ്റെ റിവ്യൂ ആണ്. സിനിമയുടെ പേര് ശ്രീകാന്ത്. ജ്യോതിക ഒരു മേജർ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമ എന്തുകൊണ്ടാണ് സിനിമയുടെ റിവ്യൂ എന്തുകൊണ്ടാണ് ഷെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സും അത് വിഷൻ കാണുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ലക്ഷ്യമുള്ള മനുഷ്യൻ്റെ എങ്ങനെയാണ് അയാൾ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നതെന്നും അയാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മാറുന്നതെന്നും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളിത് കാണിക്കണം. ഇതൊരു ബ്ലൈൻഡാണ് ഇതിലെ കഥയിലെ നായകൻ. അപ്പം ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഇയാളൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് സിനിമയുടെ കാണുന്നതിന് മുമ്പ് ഇതൊന്ന് നോക്കി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഇത് കാണണം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു ബ്ലൈൻഡായിട്ടുള്ള ആൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റായി ഇങ്ങനെ ഒരു ഡെവലപ്പ് ചെയ്യുന്നത്, ഇങ്ങനെ വിദ്യാഭ്യാസം നേടുന്നത്. അത് സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇമ്പോസിബിളാണ്. അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. ഈ സിനിമ ശരിക്കും ഞാൻ കണ്ടത് സമയമെടുത്താണ്. കാര്യം ഒരുപാട് പ്രാവശ്യം അത് വീണ്ടും നോക്കി നോട്ടൊക്കെ എഴുതിയെടുത്തു, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ കാര്യങ്ങളൊക്കെ. കാര്യം വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമ. ഞാൻ കണ്ടു തീർക്കുമല്ലോ ചെയ്ത്, പഠിച്ച് തീർത്ത സിനിമയാണ്. അപ്പം ഇതിനകത്ത് ഈ ശ്രീകാന്ത് ജനിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ഉടനെ ഫാദർ കുട്ടിയുടെ അച്ഛൻ എടുക്കുന്നു, കുട്ടിക്ക് പേരിടുന്നു ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രിക്കറ്ററുടെ പേരായിട്ട് കൃഷ്ണാചാരി ശ്രീകാന്തിൻ്റെ ഒരു ഫാനാണ് കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ ശ്രീകാന്ത് എന്ന് പേരിടുന്നു. അത് കഴിഞ്ഞാണ് പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കൊച്ചിന് കാഴ്ചയില്ലെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അത് കാണിക്കുന്ന സിനിമ. അപ്പം ബന്ധുക്കളെല്ലാം വിഷമിച്ചിരിക്കുക. പക്ഷെ പുള്ളി ഭയങ്കര ആഘോഷമായിട്ട് വന്ന് കൊച്ചി ജനിച്ച വിലോഞ്ഞ് വന്ന് കൊച്ചിനെ എടുത്ത് നോക്കിയിട്ട് പേര് വിട്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ല. പിന്നെ ഈ കുഞ്ഞിനെ വളർത്തണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ബന്ധുക്കളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാര്യം ഞാൻ ഇത് വളർന്നാൽ ഇത് ഗുണമൊന്നുമില്ല, മാത്രമല്ല നിങ്ങൾക്കെല്ലാം ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നമാവുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുട്ടിക്ക് പാൽ കൊടുക്കണ്ട എന്നൊക്കെയാണ് അമ്മയ്ക്ക് ഉള്ള ഉപദേശം കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ വേണ്ടെന്നുള്ള വിചാരിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടിയെ വളർത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, കൊച്ചു പോകുമ്പോൾ കൊച്ച് 5-6 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അത് ഉള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഉള്ള മറ്റു പിള്ളേരുമായിട്ടുള്ള വഴക്ക്. പഠിക്കാൻ ഇൻ്റലിജൻ്റാണ്, പക്ഷേ മറ്റുള്ളവർക്കൊന്നും ഇയാളെ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇവൻ്റെ ജീവിതത്തിൽ ഇവന് മുന്നോട്ട് പോകാമെന്നേ ഉള്ളൂ. ഇവന് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഒരു സിറ്റുവേഷൻ ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവന് മുന്നോട്ട് പോകണം. അപ്പോൾ ഇവൻ പഠിക്കാൻ നല്ല ബ്രില്യൻ്റാണ്. അതുപോലെ ഇവന് ഐഡിയാസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഡെവലപ്പായി വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇതിന് കൊച്ചിനെ കൊണ്ടുപോയി ഹൈദരാബാദിൽ കൊണ്ടുപോയി കണ്ണ് കാണാൻ മേലാത്ത പിള്ളേർക്കുള്ള പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് വളർന്ന് വലുതാവുന്നു. പിന്നെ ഇയാൾ US പോയി പഠിക്കുന്നുണ്ട്, ബോസ്റ്റണിൽ പോയി പഠിക്കുന്നുണ്ട്, MITയിൽ. അപ്പോൾ ഇവിടത്തെ വിദ്യാഭ്യാസവും അതിൻ്റെ പ്രശ്നങ്ങളും ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഈ വിഷ്വലി കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. സിസ്റ്റം വിദേശ രാജ്യത്ത് അത്രയും ഇവിടെ വളർന്നിട്ടില്ല. ഈ 12th പഠിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് സയൻസ് പഠിക്കണം ശ്രീകാന്തിന്. അപ്പം അത് ശരിക്കും കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് പറ്റത്തില്ല. പിന്നെ കോടതിയിൽ ചെന്ന് കേസ് വാദിച്ച് ഫൈറ്റ് ചെയ്താണ് ജയിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അത് ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ അതല്ല, റിയലായിട്ട് അതിന് സാധ്യതകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ സിനിമയുടെ ബ്യൂട്ടി ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ റിയൽ ലൈഫിലുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളല്ല. കാര്യം അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വളരെ ബുദ്ധിമുട്ടാണ് മുന്നേറാനായിട്ട് എല്ലാ രീതിയിലും. പക്ഷെ അയാളുടെ വിഷനാണ്. അപ്പം കുട്ടിക്കാലത്ത് തൊട്ട് കൂട്ടുകാർ പറയും നീ പിച്ചക്കാരനാവും, തർമ്മക്കാരനാവും എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങനെയൊക്കെയുള്ള പറയുന്നത്. മറ്റുള്ള നെഗറ്റീവാണ് എല്ലാം വരുന്നത്. അപ്പം ഇയാൾക്കത് വേണ്ട. അങ്ങനെയുള്ള ജീവിതം അല്ല പുള്ളി ആഗ്രഹിക്കുന്നത്. പുള്ളിക്ക് പഠിക്കണം, എല്ലാവരെയും പോലെ പുള്ളിക്ക് ജീവിക്കണം. ഇതൊക്കെയാണ് പുള്ളിയുടെ വിഷൻ. അങ്ങനെ ഇയാൾ MITയിൽ നിന്ന് പാസ്സാകുന്നു, വീണ്ടും ഇന്ത്യയെ തിരിച്ചു വരുന്നു. ഇവിടെ വന്നിട്ട്
പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു ബിസിനസ് പ്ലാൻ കൊണ്ടിരുന്നു. ആ പ്ലാനുകളൊക്കെ വന്ന് അതുമായിട്ട് വർക്കൗട്ട് ചെയ്ത് പുള്ളി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടും, പുള്ളിയുടെ ഒരു ഇൻവെസ്റ്ററിനെ കിട്ടും. രവി എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ കിട്ടും. അയാൾ 8 കോടിയാണ് ഇയാളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഇയാൾ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കാര്യം അപ്പം രവി വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുക, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പം രവി പറയുന്നുണ്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൽ അങ്ങനെ അതാണ് പുതിയൊരു ഐഡിയ ആണെന്ന് പറയും, അത് നല്ലതാണ് എന്ന് പറയും. ഇയാൾ അയാളെ കൺവിൻസ് ചെയ്യുന്നത് അത് ഓക്കെയാണ്, പക്ഷേ ഇത് ബാറ്ററി നാളെ ഡിസ്പോസ് ചെയ്യുമ്പോൾ സമയത്ത് അത് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പ്രകൃതിക്ക് ദോഷമാണ്. അപ്പോൾ ഏതെടുത്താലും ഗുണവും ദോഷമാണ്. അപ്പം ഇലക്ട്രിക് വണ്ടികൾ നല്ലതാണെന്ന് പറയുമ്പോഴും പ്രൊമോട്ട് ചെയ്യുമ്പോഴും അതിന് വേറെ ദോഷവശം വരാൻ പോകുന്നത് ഇതാണ്. ഇത് ശ്രീകാന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ രവിക്ക് ഇത് മനസ്സിലാവുന്നു. അപ്പോൾ അതാണ് ക്ലോസിങ് സ്കിൽ. അപ്പോൾ അത് ശരിയല്ല എന്ന് പുള്ളി കൺവിൻസ് ചെയ്യുക. കാര്യം അത് ആരും ചിന്തിക്കുന്ന കാര്യമല്ല ഈ ബാറ്ററിയുടെ കാര്യം. എല്ലാവരും നല്ല വശമേ പറയുള്ളൂ ഇലക്ട്രിക് വണ്ടിയുടെ, പക്ഷെ മോശവശമുണ്ട്. അങ്ങനെ പാക്കേജിങ് ഇൻഡസ്ട്രിയിലേക്കാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കൺവിൻസ് ചെയ്ത് 8 കോടി ഇൻവെസ്റ്റ് ചെയ്യും. അതിന് മുമ്പ് APJ അബ്ദുൽ കലാമിൻ്റെ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളും അദ്ദേഹമായിട്ടുള്ള കണക്ഷൻസും എല്ലാം ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ് പുള്ളിയുടെ ഡ്രീം, ഈ ശ്രീകാന്തിൻ്റെ ഡ്രീം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇയാളുടെ ലൈഫിൽ ഇയാൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതെങ്ങനെ തരണം ചെയ്യുന്നു, ഇയാൾക്ക് ഒളിച്ചോടാൻ മേല, ഇയാളെല്ലാം ഫേസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് വളരെ രസകരമായൊരു സിനിമയാണ് ഈ ശ്രീകാന്ത്. അതുപോലെ പിന്നെ ടാറ്റ പുള്ളിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു, ഓരോ സിറ്റുവേഷൻ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ പുള്ളി ഫേസ് ചെയ്യുന്നു, ഇതെല്ലാം ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് കാണണം. അയാളുടെ ഈ ശ്രീകാന്ത് ബോലയുടെ റിയൽ ഇൻ്റർവ്യൂ യൂട്യൂബിലുണ്ട്, അതും നിങ്ങൾ കാണണം. നിങ്ങൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കി എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ആകുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിനിമ വളരെ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്, നിങ്ങളത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസിന് കമൻറ്റുകൾ ഇടുക. ഞാൻ എന്തൊക്കെ വീഡിയോസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അതെങ്ങനെ ഉപകാരപ്പെടുന്നു, ഇതെല്ലാം എനിക്ക് അറിയണം, ഫീഡ്ബാക്ക് അറിയണം. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ എനിക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാകാനും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് സാധ്യമാകുള്ളൂ. സോ കമൻറ്റ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, എൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തും എൻ്റെ ട്രെയിനിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങും അതിനകത്ത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതൊക്കെ അതിനകത്ത് ഫ്രീ ആയിട്ട് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ. Okay, thank you for watching. Bye for now.